നമസ്കാരം. ദേവസൈനിയിലേക്ക് സ്വാഗതം. ഭസ്മത്തിന് പകരം ശരീരം മുഴുവൻ മഞ്ഞൾപ്പൊടി പൂശി കയ്യിൽ കൂറ്റൻ ഖഡ്ഗവുമായി യുദ്ധഭൂമിയിൽ അലയടിച്ച മഹാദേവന്റെ ഭീകരരൂപം. അസുരകുലത്തെ വിറപ്പിച്ച മാർത്താണ്ഡ ഭൈരവന്റെ ആവേശകരമായ കഥ. വിശ്വാസികളെ ഇന്നും വിസ്മയിപ്പിക്കുന്ന ഖണ്ഡോബായുടെ ഐതിഹ്യം. ഈ കഥ ആരംഭിക്കുന്നത് മല്ലൻ, മണി എന്ന രണ്ട് ക്രൂര അസുര സഹോദരന്മാരിൽ നിന്നാണ്. ബ്രഹ്മാവിൽ നിന്ന് അജയ്യരാകാനുള്ള വരം നേടിയ അവർ ഭൂമിയിലും സ്വർഗത്തിലും നാശം വിതറി. ദേവന്മാരുടെ ആയുധങ്ങൾ പോലും അവർക്കെതിരെ ഫലിച്ചില്ല. ഒടുവിൽ ലോകത്തിന്റെ നിലവിളി കൈലാസത്തിലിരുന്ന മഹാദേവന്റെ ചെവിയിലെത്തി. ലോകത്തിന്റെ ദുഃഖം കേട്ട മഹാദേവൻ ക്രോധത്താൽ ജ്വലിച്ചു. അസുര സൈന്യത്തിന്റെ മുന്നിലേക്ക് ആരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മഹാതേജസ്സായി അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. മാർത്താണ്ഡ ഭൈരവൻ. അത് ഒരു സാധാരണ രൂപമായിരുന്നില്ല. സാധാരണയായി ശ്മശാന ഭസ്മം പൂശുന്ന മഹാദേവൻ ആ ദിവസം ശരീരം മുഴുവൻ സ്വർണ്ണ നിറത്തിലുള്ള മഞ്ഞൾ പ്രസാദമായ ഭണ്ഡാര വാരി പൂശിയിരുന്നു. അദ്ദേഹത്തിന്റെ ജടയിൽ നിന്നും അഗ്നിസ്ഫുലിംഗങ്ങൾ ചിതറി. ശാന്തതയുടെ തൃശൂലത്തിനു പകരം ശത്രുക്കളുടെ രക്തത്തിനായി ദാഹിക്കുന്ന സൂര്യപ്രകാശത്തിൽ തിളങ്ങുന്ന മഹാഖഡ്ഗം അദ്ദേഹത്തിന്റെ കരങ്ങളിൽ മിന്നി. പതുക്കെ നീങ്ങുന്ന നന്ദിക്ക് പകരം മിന്നൽ വേഗത്തിൽ പായുന്ന വെളുത്ത മഹായുദ്ധകുതിരയെ അദ്ദേഹം വാഹനമാക്കി. ആ കുതിരയുടെ ഓരോ കുളമ്പടിയിലും ഭൂമി വിറച്ചു. മണിച്ചൂർ പർവ്വതത്തിന്റെ താഴ്വരയിൽ മഹായുദ്ധം ആരംഭിച്ചു. ലക്ഷക്കണക്കിന് അസുര സൈന്യത്തെ മാർത്താണ്ഡ ഭൈരവൻ ഒറ്റയ്ക്ക് നേരിട്ടു. അസുരന്മാർ മായാശക്തികൾ പ്രയോഗിച്ചു. ആകാശത്തു നിന്ന് അഗ്നിവർഷവും വിഷപ്പുകയും പെയ്തിറങ്ങി. എന്നാൽ ഖണ്ഡോബായുടെ വാളിന്റെ ഓരോ വീശലിലും ആയിരക്കണക്കിന് അസുര തലകൾ നിലത്ത് വീണു. മഞ്ഞൾപ്പൊടിയുടെ സ്വർണമേഘം യുദ്ധഭൂമിയെ മൂടി. ആ പൊൻപൊടിക്കിടയിലൂടെ മിന്നൽ പോലെ ഭഗവാന്റെ ഖഡ്ഗം പാഞ്ഞു. മല്ലന്റെയും മണിയുടെയും അഹങ്കാരത്തിന്റെ മേൽ ഓരോ പ്രഹരവും പതിച്ചു. 6-ാം ദിവസം സന്ധ്യാസമയത്ത് ഭൂമി രക്തത്താൽ ചുവന്നു. സൈന്യം മുഴുവൻ നശിച്ചതോടെ മല്ലനും മണിയും നേരിട്ട് ഖണ്ഡോബായെ ആക്രമിച്ചു. പക്ഷേ ഭഗവാന്റെ ഖഡ്ഗത്തിൽ നിന്ന് പുറപ്പെട്ട ദിവ്യപ്രകാശത്തിന് മുന്നിൽ അവരുടെ ആയുധങ്ങൾ വെണ്ണീറായി മാറി. ഒടുവിൽ ലോകത്തെ ഭീതിയിലാഴ്ത്തിയ ആ അസുരന്മാരെ മാർത്താണ്ഡ ഭൈരവൻ തന്റെ കാൽ കീഴിലാക്കി. അഹങ്കാരത്തിന്മേൽ ധർമ്മത്തിന്റെ വിജയം അദ്ദേഹം പ്രഖ്യാപിച്ചു. മഞ്ഞൾ പ്രഭയിൽ തിളങ്ങി നിന്ന ആ രൂപം കണ്ടപ്പോൾ ദേവന്മാർ പോലും ഭക്തിയോടെ തലകുരിച്ചു. മരണത്തിന്റെ വക്കിൽ അസുരനായ മണി തന്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞു. മഹാദേവനോട് മാപ്പപേക്ഷിച്ച് അവൻ ഒരു വിചിത്രമായ വരം ചോദിച്ചു. പ്രഭോ, അങ്ങയുടെ ക്ഷേത്രപ്പടികളിൽ എന്റെ ശിരസ് എന്നും ഉണ്ടാകട്ടെ. അങ്ങയെ ദർശിക്കാൻ വരുന്ന ഭക്തരുടെ പാദധൂളി എന്റെ മേൽ പതിക്കട്ടെ. അങ്ങനെ എന്റെ അഹങ്കാരം ഇനി ഒരിക്കലും ഉണരാതിരിക്കട്ടെ. അവന്റെ ഈ പശ്ചാത്താപത്തിൽ തൃപ്തനായ മഹാദേവൻ ആ വരം നൽകി. ഇന്നും ജജൂരി ക്ഷേത്രത്തിൽ അതിന്റെ തെളിവ് കാണാം. ക്ഷേത്രപ്പടികൾ കയറുമ്പോൾ അസുരന്റെ ശിരസ് കൊത്തിവെച്ച കല്ല് കാണാം. ഓരോ ഭക്തനും ആ ശിരസിൽ ചവിട്ടിയാണ് ഭഗവാനെ ദർശിക്കാൻ പോകുന്നത്. ആ മഹാവിജയത്തിന്റെ സ്മരണയ്ക്കായി ഇന്നും ജജൂരിയിൽ ഭക്തർ ആയിരങ്ങളായി ഒത്തുചേരുന്നു. ഒരേ സമയം ആകാശത്തേക്ക് മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ ഭണ്ഡാര എറിയുമ്പോൾ ക്ഷേത്രം മുഴുവൻ സ്വർണ്ണ കൊട്ടാരമായി തിളങ്ങുന്നു. അതുകൊണ്ടാണ് ജജൂരിയെ സോനേക്കി ജജൂരി അല്ലെങ്കിൽ സ്വർണ്ണ ജജൂരി എന്ന് വിളിക്കുന്നത്. ആ സ്വർണ്ണക്കാറ്റിൽ ഇന്നും ഒരേയൊരു മന്ത്രം മുഴങ്ങുന്നു: ഹർ ഹർ മഹാദേവ്. ഖണ്ഡോബായുടെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.